ഇന്ന് കാലാവസ്ഥാ വിശേഷങ്ങളുമായിട്ടുള്ളത് സ്വാതി രാജീവാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു മഴയുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മഴയുടെ ആലസ്യത്തിൽ കിടന്നുറങ്ങുകയൊക്കെ ആയിരിക്കും. ചില ആളുകൾ മാത്രം ഇങ്ങനെ നമ്മളെപ്പോലുള്ള ചില ആളുകളായിരിക്കും എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കാലവർഷം ഔദ്യോഗികമായി മെയ് 27 കേരളത്തിലെത്തും എന്നാണ് പ്രവചനം ഉണ്ടായതെങ്കിലും അതിന് മുന്നേ തന്നെ ഇങ്ങ് എത്തിയ മട്ടാണ്. ശരിക്കും കാലവർഷമല്ല, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും മഴ ലഭിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പും ഉണ്ട് എന്നുള്ളതാണ്. കാലവർഷം ശ്രീലങ്കൻ കടലിൽ എത്തിയതോടെയാണ് കേരളത്തിൽ മഴ കനക്കുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു മാപ്പ് നോക്കാം. ഇന്ന് വടക്കൻ കേരളത്തിലെ ജില്ലകൾ കണ്ടില്ലേ, വടക്കൻ കേരളമെല്ലാം മഞ്ഞ കളറിലാണ് കിടക്കുന്നത്. ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. 5 ജില്ലകളിലാണ് ഇന്ന് മഴ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഗ്രീൻ അലേർട്ടാണ്. എന്നാൽ പോലും ചെറിയ തരത്തിൽ മഴ പെയ്യും. ശക്തമായ മഴയോടൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ വലിയ തരത്തിൽ ജാഗ്രത പാലിക്കുക. അതേസമയം കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. ചില മുന്നറിയിപ്പുകൾ കൂടി ഈ ഒരു സമയത്ത് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടുത്ത 3 മണിക്കൂറിലേക്കുള്ള കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചനം വന്നിരിക്കുന്നത്. അതായത് എല്ലാ ജില്ലകളിലും മഴയുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുമായി പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ ശ്രീലങ്കൻ തീരത്ത് കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സേതു, ഇതൊക്കെയാണ് ഇന്ന് മുതൽ അങ്ങോട്ട് മഴ കനക്കും. അപ്പോൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ യാത്ര ചെയ്യുന്നവർ ഒക്കെ അത്തരത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് കാലാവസ്ഥ സംബന്ധമായിട്ട് പറയാനുള്ളത്. സേതു, ഇനി നാളെ വീണ്ടും കാണാം സ്കൈ വാച്ച്. ഓക്കെ സ്വാതി, ഓക്കെ. അപ്പോൾ കാലാവസ്ഥ വിവരങ്ങളൊക്കെ വളരെ വിശദമായി അറിയിച്ചതൊക്കെ ഈ പറഞ്ഞ പോലെ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. പിന്നെ നമുക്കറിയാലോ, ഇടവപ്പാതി സമയമൊക്കെയാണ്. മഴക്കാലം തുടങ്ങുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് അലേർട്ടൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ മലയോര മേഖലകളിലേക്കൊക്കെ ഉള്ളവർ പ്രത്യേക ജാഗ്രതയൊക്കെ പാലിക്കണം. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം.